നീ ശിവദാസന്റെ മോനാ. നീ എവിടെ തിരിഞ്ഞാലും നിന്റെ അച്ഛനെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കോട്ടവാസു നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ലടാ. അയാളെ പറ്റി നിനക്കറിയില്ല. ഒരു നിമിഷത്തിൽ അയാൾ 3 തല വെട്ടി താഴെയിടും. ഇത്രയും നാളുകൊണ്ട് എത്ര തല അയാൾ വെട്ടിയിട്ടുണ്ടെന്ന് കണക്കില്ലടാ. നിന്റെ ആളുകൾ അവിടെ ചാവാൻ പോകുന്നടാ. നീ ഇവിടെ അവരെ പിടിച്ചകത്തിടാ. എല്ലാവരും ബസ്സിൽ കയറ്റ്. വേഗമാവട്ടെ. ഒരുത്തൻ പോലും മിസ്സാവരുത്. എല്ലാവരും കയറ്റടാ. എന്താടാ നിങ്ങളുടെ നേതാവ് ശിവദാസനെ അകത്താക്കിയപ്പം എല്ലാവർക്കും പേടിയായിരുന്നു. ഇപ്പൊ അവന്റെ മകൻ വന്നപ്പോ എല്ലാവർക്കും കുമ്പ് വിളിച്ചോടാ. എല്ലാവരും ബസ്സിൽ കയറ്റ്. കേറ്റടാ. എല്ലാവരും പിടിച്ച് കയറ്റ്. അയ്യോ ഞങ്ങൾ ഒന്നും ചെയ്യില്ല സാറ്. അങ്ങ് പറയുന്ന പോലെ ചെയ്യാം സാറ്. അയ്യോ പണിക്കാരെ, നിങ്ങളുടെ മക്കളെല്ലാം ബീഹാറിലോ ഒറീസയിലോ എത്താൻ പോകുന്നു. ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ആ കുട്ടികളുടെ കൈകാലുകൾ തല്ലിയൊടിച്ച് ബോംബെ പ്ലാറ്റ്ഫോമിൽ പിച്ചെടുക്കാൻ വിടുപെടാം. എന്റെ അനിയനെ വിടാൻ പറയട്ടാ. വിടാൻ പറ. വെറുതെ കിടന്ന് കരയാതെ എങ്ങനെ വിടാനാ? എന്തെങ്കിലും ചെയ്യുമ്പോ ആലോചിക്കണ്ടേ? അന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടോ? ഇപ്പൊ ശിവദാസനും മോൻ രക്ഷപ്പെട്ടു പോയി. ഇപ്പൊ ചതിക്കപ്പെട്ടാരാ? നിങ്ങളല്ലേ? അനുഭവിക്ക്. ഞാൻ കോട്ടവാസുവിന്റെ ആളാ. ആ പോ 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 പോ. അവിടെ ഒരുത്തൻ അടിച്ചിട്ട് ഓടുന്നടാ. പോ പോ. ഞാൻ കോട്ടവാസുവിന്റെ ആളാ. ഞാൻ കോട്ടവാസുവിന്റെ ആളാ. കോട്ടവാസു എന്ന് പറഞ്ഞാ വെറുതെയാ. എല്ലാരും കേട്ട് പേടിക്കണ്ട, ഒന്നും പറ്റില്ല. കുറച്ചു നേരം ശബ്ദം ഉണ്ടാക്കാതെ ഇവിടെ തന്നെ ഇരിക്കും. ശിവദാസന്റെ മോൻ വന്നോടാ. ഇത് കോട്ടവാസുവിന്റെ കോട്ടയടാ, കൊച്ചി. ഇവിടെ ശിവദാസന്റെ മോൻ വന്ന് എന്ത് ചെയ്യാനാടാ? എല്ലാരെയും പിടിച്ചു കയറ്റ്. എന്താടാ വിചാരിച്ചേ? ഇത് കോട്ടവാസുവിന്റെ കോട്ടയടാ. തലതെറിച്ച പയ്യനാ സാറേ ഇവൻ. രക്ഷപ്പെട്ട് ഓടാൻ നോക്കി. ആ ബസ്സിൽ സ്ഥലമില്ല, ഈ ബസ്സിൽ കയറ്റാന്ന് വിചാരിച്ചു. ഇനി ഓടാ. ഇവനെ കൊണ്ടാ ബസ് കയറ്റ്. കൊണ്ട് കയറ്റാ. പോ പോ. പൈപ്പിനുള്ളിൽ ഒളിപ്പിച്ചത് ഞാനല്ല മുതലാളി. അമ്മ സത്യമായിട്ടും അവർ ഒളിച്ചിരുന്ന എനിക്ക് അറിയില്ല മുതലാളി. ഞാൻ ആരാടാ ഇങ്ങനെ ചെയ്തത്? ആരാടാ? ചേട്ടാ, 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 കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചു. കോട്ടവാസു എങ്ങനെ മനസ്സിലാക്കി വേണം. കൊച്ചുകുട്ടികളെ എവിടെ കൂട്ടിക്കൊണ്ടുപോകണം വേണം. എന്നാൽ കഴിയുന്നവരെ രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചു. പക്ഷെ അവൻ കണ്ടുപിടിച്ചു. ഈ പ്രശ്നങ്ങളെല്ലാം എന്നോടൊപ്പം തീരട്ടെ. നമ്മുടെ ആൾക്കാരെ എല്ലാം എങ്ങനെയെങ്കിലും രക്ഷിക്കും. ഈ മണ്ണിൽ ജനിച്ച എന്റെ അവസാനത്തെ ശ്വാസം. അവസാനം ഒറ്റൊരുത്തനെ പോലെ ഇവിടെ വിട്ടേക്കരുത്. സത്യ
വെട്ടടാ അടിച്ചക്കെ. നിന്റെ അച്ഛന്റെ തലയാണോ വേണ്ടത്? വെട്ടടാ. കോട്ടവാസുവിന്റെ സ്ഥലത്തേക്ക് വന്ന് എന്റെ ആള് കൊച്ചി രാജയെ കൊന്നോടാ. ഇപ്പൊ കൊല്ലടാ. ഇവനാണോ വരുമെന്ന് പറഞ്ഞത്? നിന്റെ കൺമുമ്പിൽ തന്നെ ഇവനെ കൊന്ന് എടുത്തുകൊണ്ടുപോയി എന്റെ ഗോച്ചയുടെ കാൽക്കൽ വെക്കുമെടാ. എന്നെ പറ്റി ചിന്തിക്കണ്ട, ജനങ്ങളെ രക്ഷിക്കണം. കൊല്ലടാ ഇവനെ, കൊല്ലടാ. കണ്ടോടാ, എന്റെ മകൻ വേണു, അവൻ ജയിക്കൂടാ. കോട്ടവാസു, ഇപ്പൊ അവനെ മനസ്സിലായോടാ? നിനക്ക് മനസ്സിലായില്ലേ? നീ ആണാണെങ്കിൽ തിരിച്ചു കൊടുക്കടാ. ചേട്ടാ 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 വേറെ ആരെങ്കിലും ഉണ്ടോടാ? എത്ര പേരുണ്ടെങ്കിലും വരാൻ പറടാ, വരാൻ പറ. ആര് വന്നാലും അവൻ ഇതേ ഗതിയാടാ. ജീവനോടെ വരുമെന്ന് പറഞ്ഞു, ഞാൻ വന്നു. എന്റെ അച്ഛനെ ജനങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു, ഞാൻ രക്ഷപ്പെടുത്തി. കൊച്ചിയിലെ കോട്ടവാസുവാണ് പോലും. കോട്ടവാസു ഇപ്പോഴെന്റെ കാൽ കീഴിലാടാ. എന്നോട് ആണാണെന്ന് ചോദിച്ചില്ലേ? ഞാൻ ആണ് തന്നെയാടാ. എന്റെ മുമ്പിൽ നീ ഇപ്പോഴൊരു ശവം. ഇനിയൊരു കോട്ടവാസുവിനോ ഗോച്ചയ്ക്കോ വാലും മുളച്ച അറുത്തുകളയും ഞാൻ. പറഞ്ഞ പോലെ ഉള്ളിൽ കടന്ന് ചങ്ങലകളെല്ലാം പേദിച്ച് അത്രയും ജനങ്ങളെ രക്ഷിച്ചെന്ന് വിചാരിച്ചോ? ഒരുത്തനെയും രക്ഷിക്കാൻ കഴിയില്ല. പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് കുത്തിയിട്ടുണ്ട്, മുദ്ര കുത്തിയിട്ടുണ്ട്, നക്സലൈറ്റെന്ന്. എടാ കുരുവി, കൊച്ചി രാജയെ അടിച്ചപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചു, നിന്റെ അച്ഛനെ നക്സലൈറ്റ് എന്ന് പറഞ്ഞാടാ പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ അടച്ചത്.
5 നിമിഷത്തിനുള്ളിൽ ഇരുന്നിടത്തിരുന്ന് ഞാൻ എല്ലാത്തിനും നെറ്റിക്കേറ്റി. തീവ്രവാദികളുടെ തലവൻ പോലീസിന്റെ പിടിയിലായി. പോലീസുകാരെ പറ്റിച്ച ആയുധധാരികളായ തീവ്രവാദികൾ രക്ഷപ്പെട്ടു. എങ്ങനെ? നക്സലേറ്റുകൾക്ക് എൻക്വയറി ഒന്നും ഉണ്ടാവില്ല. സ്ട്രൈറ്റ് എൻകൗണ്ടറാ. നമ്മുടെ സ്വന്തം ആളാ. ഹലോ ഇൻസ്പെക്ടർ. ഷൂട്ടിംഗ് ഓർഡർ വാങ്ങി സാർ. ആരെന്ത് പറഞ്ഞാലും കേൾക്കണ്ട, കൊന്നു തള്ളിയേക്ക്. ഓക്കെ സാർ. ഓരോരുത്തർ ചാവുന്ന ശബ്ദം കേൾക്കണടാ. കേൾക്ക്. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്തിനാ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നേ? ഞങ്ങളെ ഇങ്ങ് വിട്ടേര്. ഞങ്ങള് നിങ്ങളുടെ നാട്ടിലേക്ക് എന്റെ അച്ഛനാടാ. എന്തെങ്കിലും പണി ചെയ്ത് ജനങ്ങളെ ജീവിച്ചോളാം. ഒന്നും ചെയ്യലെന്ന് പറടാ. ഹലോ, കുട്ടികളുണ്ട് കൂടെ. ഹലോ ഹലോ ഹലോ. ഇങ്ങനെയൊക്കെ കരയൊന്നും എന്റെ അച്ഛനെ വിട്ടുതാടാ, ജനങ്ങളെ വിട്ടുതാടാന്നൊക്കെ പാട്ട് പാടുന്നു വിചാരിച്ചോ? ഏയ് ഗോച്ച, പോയത് എന്റെ ആളുകളല്ലടാ, നിന്റെ ആളുകളാ. ഞങ്ങളെല്ലാം കൂടി ഇപ്പൊ നിങ്ങൾ എവിടോട്ടായി കൊണ്ടുപോകുന്നേ? നീ കേടിയാണെങ്കിലേ ഞാൻ ജില്ല കേടിയാടാ. നീ ഇങ്ങനെ ഒരു തരികട പണി കാണിക്കുന്ന എനിക്ക് നന്നായി അറിയായിരുന്നു. നീ മുദ്ര കുത്തി എന്ന് പറഞ്ഞല്ലോ, ഞാനത് മാറ്റി കുത്തി. ബസ്സിൽ ഒരു പ്രധാനപ്പെട്ട വിരുന്നുകാരനുണ്ട്. ആരാണെന്നറിയോ? വേഗം പോയി അവരെ പിടിക്കേ. കേൾക്ക്. എല്ലാരും പിടിച്ചോണ്ട് വന്നിട്ട് അവന്മാർ ഓടുന്നു സാർ. ഏയ് നീ ആരാടാ? ഞാനാ സാർ കോട്ടവാസുവിന്റെ അനിയൻ. എനിക്കറിയില്ലടാ. സാർ ഗോച്ചയുടെ അളിയനാ ഞാൻ. ഈ മോന്ത കണ്ടിട്ട് ഗോച്ച പെങ്ങളെ തരുമോടാ? സാർ ഗോച്ച പറഞ്ഞില്ല സാർ. അളിയാ, അളിയാ. പോലീസുകാരെ പറ്റിക്കാൻ നോക്കുന്നോടാ? കേറാ. ഏയ്, ഏയ്. അത് രക്തം മാത്രം കണ്ട കോടാലിയാ. ഇത് കുറെ ജോലി ചെയ്തതാ. ഇതുകൊണ്ട് വെട്ടിയാ എങ്ങനെ ഇരിക്കും അറിയാവോ? ധൈര്യം കൊണ്ട് വെട്ടടാ, വെട്ടടാ. വാടാ, വാടയാ. എന്റെ അളിയനെ കൊല്ലടാ. ഇവന്മാരെ കൊല്ലടാ. കൊല്ല്, വേഗം കൊല്ലടാ. ഇതൊന്നും നിന്റെ പോലീസ് അല്ലടാ, ശരിയായ പോലീസ്. അടിയും കൊണ്ട് ഇവിടെ ഇരുന്ന നിനക്ക് ഇത്രയും കഴിയുമെങ്കിൽ അടിച്ച് എനിക്ക് എന്തെല്ലാം കഴിയോടാ. അന്ന് നിന്റെ ലാപ്ടോപ്പ് കണ്ടപ്പോഴേ വെച്ചടാ പാര. അന്ന് തന്നെ അയച്ചു എല്ലാം നെറ്റില്. അതാ വലിയ വലിയ ഓഫീസേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. സാർ, ഇവനാണ് ഇതെല്ലാം ചെയ്തത്. അതിനോ, നമ്മൾ അവിടെ തന്നെ ഇരുന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കും. കോടതിയിലേക്ക് എല്ലാം നാളെ തന്നെ എത്തിക്ക്. എല്ലാം എൻക്വയറിക്ക് വിടാം. പോയി നിങ്ങളുടെ ജോലി. നിങ്ങളുടെ മകൻ കമ്പ്യൂട്ടർ മുഖേന എല്ലാം അറിയിച്ചുകൊണ്ടാ ഇത്രയും വലിയ ഫ്രോഡിനെ ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞത്. ഇവൻ നല്ലത് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് അഭിമാനിക്കാം. ഗ്രേറ്റ് ജോബ്. ഐ റിയലി അപ്രീഷിയേറ്റ് യു. കം ഓൺ ബോയ്സ്, സെർച്ച് ദി പ്ലേസ്. ഗവൺമെന്റ് അറിയാതെ നിയമവിരുദ്ധമായി ഡയമണ്ട് ഖനനം ചെയ്തവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ശിക്ഷയും വാങ്ങിക്കൊടുത്തു. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് സഹായിയായിരുന്ന വേണു അധികാരികളാൽ ബഹുമാനിക്കപ്പെട്ടു. അതിനാൽ അവൻ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമയുകയും അവനെ കുറ്റവിമുക്തനാക്കി. നിന്നെ പോലൊരു മകന് പിതാവ് കുടപിടിക്കുന്നതിൽ തെറ്റില്ലടാ. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ജന്മം തന്നു ഞാനായിരിക്കാം, എന്നാൽ നീ പറഞ്ഞത് ഈ ജനങ്ങൾക്ക് വേണ്ടിയാ.